أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇപ്പോൾ ഖുതുബകളിൽ അഹ്സാബ് യുദ്ധത്തെക്കുറിച്ചാണ് പരാമർശിച്ചു വരുന്നത്. അഹ്സാബ് യുദ്ധത്തെ സംബന്ധിച്ച കൂടുതൽ വിവരണങ്ങൾ ഇപ്രകാരമാകുന്നു. കിടങ്ങ് മുറിച്ചു കടന്നെങ്കിലും മുശ്രിക്കീങ്ങൾക്ക് ഒരു വിജയവും കൈവരിക്കാനായില്ല. മാത്രമല്ല വളരെ നിരാശയും അനുഭവപ്പെട്ടു. അപ്പോൾ അവർ രാവിലെ ഒന്നിച്ച് ആക്രമിക്കാം എന്നും ആരും വിട്ടുപോകരുതെന്നും തീരുമാനമായി. അവർ രാത്രി മുഴുവൻ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരുന്നു. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുന്നിൽ അവർ കിടങ്ങിലെത്തി. മുശ്രിക്കുകൾ എല്ലാ ഭാഗത്തു നിന്നും കിടങ്ങിനെ വലയം ചെയ്തു. ഒരു സൈന്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടാരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടിരുന്നു. അതിൽ ഖാലിദ് ഇബ്നു വലീദ് ഉണ്ടായിരുന്നു. കൂടെ കൂടെ കിടങ്ങ് മുറിച്ചു കടക്കാനുള്ള പരിശ്രമത്തോടൊപ്പം ശക്തമായ രീതിയിലുള്ള അമ്പെയ്ത്തു പോരാട്ടവും നടന്നിരുന്നു. കാഫിരീങ്ങൾ സന്ദർഭം കിട്ടുമ്പോൾ കിടങ്ങ് മുറിച്ചു കടക്കാൻ മുസ്ലിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ അശ്രദ്ധരാകുന്നതും കാത്തു കഴിയുകയായിരുന്നു. അവർ ഈ ആക്രമണവും പരിശ്രമവും ഇടയ്ക്കിടെ നടത്തിക്കൊണ്ടേയിരുന്നു. ചിലരുടെ നിവേദനങ്ങളിൽ പറയുന്നു, ഇതേ സന്ദർഭത്തിൽ വഹ്ശി ബിൻ ഹർബ് തുഫൈൽ ബിൻ മാലിക് ബിൻ നുമാൻ അൻസാരിയെ തൻ്റെ ചെറിയ അമ്പ് കൊണ്ട് ഷഹീദാക്കുകയുണ്ടായി. ഹസ്രത്ത് സഅദ് ബിൻ മുആദിനും ഒരു അമ്പ് കൊള്ളുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന് പരിക്കേൽക്കുകയും ഈ പരിക്ക് കാരണം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഷഹീദാകുകയുമുണ്ടായി. ഈ ദിവസത്തിൽ തന്നെയാണ് മുസ്ലിങ്ങൾക്ക് നമസ്കാരം യഥാസമയം അനുഷ്ഠിക്കാൻ കഴിയാതെ വന്നതും. അന്നത്തെ ദിവസം തുടർച്ചയായ തിരക്കുകളും കൂടെയുള്ള ആക്രമണങ്ങളും കാരണമാണ് അങ്ങനെ സംഭവിച്ചത്. വിവരിക്കപ്പെട്ട സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് നിവേദകന് ഈ കാര്യങ്ങളെ ശരിയായ രീതിയിൽ സ്വരൂപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ വിഷയം ഇങ്ങനെയായി. അതായത് ആ ദിവസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള മുസ്ലിങ്ങൾക്ക് ളുഹർ അസർ നമസ്കാരങ്ങൾ സൂര്യാസ്തമയത്തിന് മുമ്പ് അനുഷ്ഠിക്കാൻ കഴിഞ്ഞില്ല. ഈ നമസ്കാരങ്ങൾ സൂര്യാസ്തമയത്തിന് ശേഷമാണ് അനുഷ്ഠിച്ചത്. പൊതുവിൽ ഇത് സംബന്ധിച്ച് ഒരു കഥയും പറയപ്പെടുന്നുണ്ട്. ചില ചരിത്രകാരന്മാർ ഇതിൽ ഒരുപാട് അതിശയോക്തിയും കാണിക്കുന്നു. മുസ്ലിങ്ങൾക്ക് നമസ്കരിക്കാൻ കഴിയുന്നതിന് വേണ്ടി അള്ളാഹു അസ്തമിച്ച സൂര്യനെ തിരിച്ചയച്ചുവത്രേ. വാസ്തവത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അന്നത്തെ ദിവസം വളരെ കഠിനമായ ദിവസമായിരുന്നു എന്നതിൽ യാതൊരു തർക്കവുമില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള മുസ്ലിങ്ങൾ തുടർച്ചയായ ആക്രമണത്തിൻ്റെ വലയത്തിലായിരുന്നു. എന്നാൽ എല്ലാവർക്കും, പ്രത്യേകിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു നമസ്കാരവും അനുഷ്ഠിക്കാൻ കഴിയാത്ത അവസ്ഥയുമല്ലായിരുന്നു. അന്ന് വളരെ പ്രയാസഭരിതമായ ദിവസമായിരുന്നു. അതേസമയം നമസ്കാരം തീരെ അനുഷ്ഠിക്കാൻ പറ്റാത്ത സാഹചര്യവുമായിരുന്നില്ല. ആ ദിവസവും നമസ്കാരങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഒരു തുടർച്ചയായ ഭയവും അസ്വസ്ഥതയുമുള്ള അവസ്ഥയിലാണ് ഈ നമസ്കാരങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലാക്കാൻ കഴിയുന്നത് അസറിൻ്റെ നേരത്ത് ആക്രമണം വളരെയേറെ തീവ്രമായി. അങ്ങനെ അസർ നമസ്കാരം അനുഷ്ഠിക്കുന്നതിൽ പ്രയാസം നേരിട്ടു. അത് പിന്നീട് കുറഞ്ഞ നേരം കൊണ്ട് അനുഷ്ഠിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. ഹസരത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഇതിനെ ഇങ്ങനെ വിവരിക്കുന്നു.
അന്നത്തെ ദിവസം മുസ്ലിങ്ങൾക്ക് എല്ലാ നമസ്കാരങ്ങളും യഥാസമയം അനുഷ്ഠിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ശരിയല്ല. അതായത് ഒരു നമസ്കാരവും അനുഷ്ഠിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നുണ്ടല്ലോ, അത് ശരിയല്ല. മറിച്ച് ശരിയായ നിവേദനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്രമാത്രമാണ്: ആ സമയത്ത് സലാത്തുൽ ഖൗഫ്, അതായത് യുദ്ധവേളകളിലെ നമസ്കാരം ആരംഭിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തുടർച്ചയായ അപകടവും തിരക്കും കാരണം ഒരു നേരത്തെ നമസ്കാരം, അതായത് അസർ, സമയം തെറ്റി. അത് മഗ്‌രിബുമായി ചേർത്ത് അനുഷ്ഠിക്കേണ്ടി വന്നു. ചില നിവേദനങ്ങൾ അനുസരിച്ച് ളുഹർ, അസർ നമസ്കാരങ്ങൾ അസമയത്ത് അനുഷ്ഠിക്കേണ്ടി വന്നു. ഹസ്രത്ത് മുസ്ലിം മഊദ് റളിയല്ലാഹു തആല അൻഹു ഇത് സംബന്ധിച്ച് വിവരിക്കുന്നുണ്ട്. അദ്ദേഹം എഴുതുന്നു: ഒരു ദിവസം ആക്രമണം ശക്തമാവുകയും മുസ്ലിങ്ങൾക്ക് ചില നമസ്കാരങ്ങൾ യഥാസമയം അനുഷ്ഠിക്കാൻ കഴിയാതെ വരികയും ചെയ്തു. അതിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വളരെയേറെ ഖേദമുണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അള്ളാഹു കാഫിരീങ്ങൾക്ക് ശിക്ഷ നൽകുമാറാകട്ടെ, അവർ നമ്മുടെ നമസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തി. ഇതിൽ നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാർമ്മിക സ്വഭാവത്തിലേക്കും വെളിച്ചം വീശുന്നുണ്ട്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള സംഗതി അള്ളാഹുവിൻ്റെ ഇബാദത്ത് ആയിരുന്നു എന്ന് മനസ്സിലാകുന്നു. അപ്പോളാകട്ടെ ശത്രുക്കൾ നാലുഭാഗത്തു നിന്നും മദീനയെ വലയം ചെയ്ത സന്ദർഭം കൂടിയായിരുന്നു. മദീനയിലെ പുരുഷന്മാരുടെ മാത്രമല്ല, സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവൻ പോലും അപകടത്തിലായിരുന്നു. ശത്രുക്കൾ ഏതെങ്കിലും വിധത്തിൽ മദീനയുടെ അകത്തേക്ക് പ്രവേശിക്കുമോ എന്ന ആശങ്കയിലായിരുന്നു മദീനയിലെ ആളുകൾ ഉണ്ടായിരുന്നത്. ആ സമയത്തും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹം അള്ളാഹുവിൻ്റെ ഇബാദത്ത് യഥാസമയം നല്ല രീതിയിൽ നിർവഹിക്കണം എന്ന് മാത്രമായിരുന്നു. അതായത് ഭയപ്പാടിൻ്റെ അങ്ങേയറ്റത്തെ അവസ്ഥയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ആഗ്രഹം ഇബാദത്തുകൾ നഷ്ടപ്പെടരുത് എന്ന് മാത്രമായിരുന്നു. മുസ്ലിങ്ങളുടെ ഇബാദത്ത് യഹൂദികളുടെയും ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും പോലെ ആഴ്ചയിൽ ഒരു ദിവസം അനുഷ്ഠിച്ചാൽ പോരാ. മറിച്ച് മുസ്ലിങ്ങളുടെ ഇബാദത്ത് രാപ്പകൽ 5 നേരം അനുഷ്ഠിക്കാനുള്ളതാണ്. ഇത്രയും ഭയാനകമായ അവസ്ഥയിൽ 5 നേരം പോകട്ടെ, ദിവസത്തിൽ ഒരു നേരം നമസ്കരിക്കുന്നത്, അതും വളരെ നല്ല രീതിയിൽ അനുഷ്ഠിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പാടുള്ള ദിവസങ്ങളിലും 5 നേര നമസ്കാരങ്ങളും യഥാസമയം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ദിവസം ശത്രുക്കളുടെ ശക്തമായ ആക്രമണം കാരണം സ്വസ്ഥമായും സമാധാനമായും യഥാസമയം തൻ്റെ നാഥൻ്റെ നാമം ഉരുവിടാൻ കഴിയാതെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വളരെയേറെ പ്രയാസം അനുഭവപ്പെട്ടു. ഇക്കാലഘട്ടത്തിലെ വിധികർത്താവായ വാഗ്ദത്ത മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാം ഈ എല്ലാ നിവേദനങ്ങളെയും, അതായത് എല്ലാ നമസ്കാരങ്ങളും രാത്രി ഒരുമിച്ച് നമസ്കരിച്ചു എന്ന നിവേദനങ്ങളെ ദുർബലമാണെന്ന് വിധിച്ചിരിക്കുന്നു. ഒരു നിവേദനം മാത്രമാണ് അദ്ദേഹം ശരിയാണെന്ന് പറയുന്നത്. അതിൽ അസ്ർ നമസ്കാരം വളരെ കുറഞ്ഞ സമയം ബാക്കിയുള്ളപ്പോൾ അനുഷ്ഠിക്കേണ്ടി വന്ന പരാമർശം വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 4 നമസ്കാരങ്ങളും സമയം തെറ്റിയിരുന്നു എന്ന് ഒരു പാതിരി ആക്ഷേപം ഉന്നയിച്ചതിന് മറുപടിയായി പറയുന്നു: കിടങ്ങ് കുഴിക്കുമ്പോൾ 4 നമസ്കാരങ്ങൾ ഒന്നിച്ച് അനുഷ്ഠിച്ചു എന്ന ബുദ്ധിശൂന്യമായ ആരോപണത്തിലുള്ള മറുപടി ഇപ്രകാരമാകുന്നു: അള്ളാഹു പറയുന്നു, ദീനിൽ യാതൊരു നിർബന്ധവുമില്ല, അതായത് മനുഷ്യനെ നശിപ്പിക്കുന്നതിന് കാരണ ഹേതുവായ ഒരു നിർബന്ധവുമില്ല. അതുകൊണ്ട് അവൻ ആവശ്യ സമയങ്ങളിലും പ്രയാസഘട്ടങ്ങളിലും നമസ്കാരങ്ങൾ ജമ്മാക്കിയും കസറാക്കിയും അനുഷ്ഠിക്കാൻ വിധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സന്ദർഭത്തിൽ നമ്മുടെ വിശ്വാസയോഗ്യമായ ഒരു ഹദീസിലും 4 നമസ്കാരങ്ങൾ ഒന്നിച്ച് അനുഷ്ഠിച്ചു എന്ന് പരാമർശം പോലുമില്ല. അത് ശരിയായിരിക്കാമെങ്കിൽ പോലും ഒരു വിശ്വാസയോഗ്യമായ ഹദീസിലും 4 നമസ്കാരങ്ങൾ ഒരുമിച്ച് നമസ്കരിച്ചു എന്ന് കാണുന്നില്ല. സഹീഹ് ബുഖാരിയുടെ വ്യാഖ്യാനമായ ഫതഹുൽ ബാരിയിൽ എഴുതുന്നു: ഉണ്ടായ സംഭവം ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു നമസ്കാരം, അതായത് അസ്ർ നമസ്കാരം, സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായി കുറഞ്ഞ സമയത്തിനുള്ളിൽ അനുഷ്ഠിക്കേണ്ടി വന്നു. അദ്ദേഹം പറയുന്നു: ഈ സമയത്ത് താങ്കൾ എനിക്ക് മുന്നിൽ ഉണ്ടായിരുന്നുവെങ്കിൽ താങ്കളെ പിടിച്ചിരുത്തി ഇതെവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ചോദിക്കുമായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എതിരാളിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്: താങ്കൾ ഈ സമയത്ത് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നുവെങ്കിൽ താങ്കൾ ഈ നിവേദനം എവിടെ നിന്ന് എങ്ങനെയാണ് എടുത്തതെന്ന് ചോദിക്കുമായിരുന്നു. 4 നമസ്കാരങ്ങളും സമയം തെറ്റി എന്നത് മുത്തഫിക്കുൻ അലൈഹി, അതായത് ബുഖാരിയിലും മുസ്ലിമിലും വന്ന നിവേദനമാണോ? 4 നമസ്കാരങ്ങൾ ശരീഅത്തനുസരിച്ച്, അതായത് ദുഹറും അസറും അതുപോലെ തന്നെ മഗ്‌രിബും ഇശായും കൂടി മാത്രമേ ജംആക്കാൻ കഴിയുന്നതാണ്. ഒരു ദുർബലമായ നിവേദനത്തിൽ ദുഹറും അസറും മഗ്‌രിബും ഇശായും ഒരുമിച്ച് നമസ്കരിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ മറ്റു സഹീഹായ ഹദീസുകൾ അതിനെ നിരാകരിക്കുന്നു. അസർ വളരെ കുറഞ്ഞ സമയം ബാക്കിയുള്ളപ്പോൾ അനുഷ്ഠിക്കേണ്ടി വന്നു എന്ന് മാത്രമേ തെളിയുന്നുള്ളൂ.
ചുരുക്കത്തിൽ, ഒരു ദിവസത്തിൽ എല്ലാ നമസ്കാരങ്ങളും ഒരുമിച്ച് കൂട്ടി നമസ്കരിച്ചു എന്നത് ശരിയല്ല. മറിച്ച് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അസർ നമസ്കരിക്കേണ്ടി വന്നു. കുറച്ച് സമയം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അത് യഥാവിധി സാവധാനത്തിൽ നമസ്കരിക്കാൻ കഴിഞ്ഞില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അസ്വസ്ഥതയുണ്ടായിരുന്നു. അഹ്സാബ് യുദ്ധത്തിൻ്റെ വിശദീകരണത്തിൽ തുടർന്ന് എഴുതുന്നു, ഖന്തക്ക് യുദ്ധം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശക്തി ക്ഷയിപ്പിക്കുന്നതായിരുന്നു. യുദ്ധഭീതിക്ക് പുറമെ വിശപ്പും കാലാവസ്ഥയുടെ കാഠിന്യവും പാരമ്യതയിലെത്തിയിരുന്നു. ദിവസങ്ങളോളം പട്ടിണി കിടക്കേണ്ടി വന്നിരുന്നു. അന്ന് ഒരിക്കൽ അദൃശ്യത്തിൽ നിന്ന് ഒരു സഹായം വന്നു. മുസ്ലിങ്ങളുടെ ആയുധധാരികളായ ഒരു സംഘം തങ്ങളുടെ ഒരു ബന്ധുവിനെ സംസ്കരിക്കാൻ കൊണ്ടുപോകുകയായിരുന്നു. അവർക്ക് 20 ഒട്ടകങ്ങൾ ചുമന്നു കൊണ്ടുപോകുന്ന വസ്തുക്കൾ കിട്ടുകയുണ്ടായി. അത് ബനു ഖുറൈസയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി മക്കയിലേക്ക് പോവുകയായിരുന്നു. ഇത് ഹുയീബിന് അഖ്താബിൻ്റെ ശുപാർശയും പ്രത്യേകം പരിശ്രമഫലമായും അയച്ചതായിരുന്നു. ഒരു ചെറിയ മൽപ്പിടുത്തത്തിലൂടെ എല്ലാ ഒട്ടകങ്ങളെയും അവർ തങ്ങളുടെ വരുതിയിലാക്കി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ എത്തിച്ചു. ഖന്തക്കാർ അതിൽ നിന്നും കുറച്ച് ഭക്ഷിച്ചു. ചില ഒട്ടകങ്ങളെ ബലിയർക്കുകയും ബാക്കിയുള്ളവയെ യുദ്ധാവസാനം മുസ്ലിങ്ങൾ മദീനയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഖുറൈശികളുടെ സൈന്യാധിപനായ അബൂ സുഫ്യാൻ ഇതേക്കുറിച്ച് അറിഞ്ഞപ്പോൾ പറഞ്ഞു, ഹുയി എത്രമാത്രം ദുശ്ശകനമുള്ളവനാണ്. ഇനി തിരിച്ചു പോകുമ്പോൾ നമ്മുടെ സാധനങ്ങൾ കൊണ്ടുപോകാൻ ഒരു മൃഗവും നമ്മുടെ പക്കലില്ല. യുദ്ധ സാഹചര്യങ്ങളിൽ അവരുടെ ഉപരോധം ശരിയാണെങ്കിൽ അവരുടെ സാധനങ്ങൾ പിടിച്ചെടുത്തതും തികച്ചും അനുവദനീയം തന്നെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അഹ്സാബിനെതിരെ ചെയ്ത ശാപപ്രാർത്ഥനയെ സംബന്ധിച്ചും പരാമർശമുണ്ട്. അതിപ്രകാരമാകുന്നു. ഹസ്രത്ത് ജാബിർ ബിൻ അബ്ദുള്ള നിവേദനം ചെയ്യുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ളുഹറിനും അസ്റിനും ഇടയിൽ വരികയുണ്ടായി. പിന്നെ തൻ്റെ മേലുള്ള പുതപ്പ് വിരിക്കുകയും അവിടെ നിന്ന് കൈ ഉയർത്തി അഹ്സാബിനെതിരെ ശാപപ്രാർത്ഥന നടത്തുകയും ചെയ്തു. ഹദ്റത്ത് ജാബിർ പറയുന്നു, ഞങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തുള്ള സന്തോഷം കാണുന്നുണ്ടായിരുന്നു. ഹസ്രത്ത് അബ്ദുല്ലാഹിബിന് ഉബയ്യിബിന് ഓഫ വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അഹ്സാബിനെതിരിൽ ശാപപ്രാർത്ഥന നടത്തി. അബൂ നഈം കുറെ കൂടി ഇതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തിരിക്കുകയും അങ്ങനെ സൂര്യൻ അസ്തമിക്കുകയും ചെയ്തപ്പോൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ശത്രുക്കളുമായി യുദ്ധം ആഗ്രഹിക്കരുത്. നിങ്ങൾ അള്ളാഹുവിനോട് സൗഖ്യം തേടുവിൻ. നിങ്ങളുടെ ശത്രുക്കളുമായി പൊരുതേണ്ടി വന്നാൽ നിങ്ങൾ സഹനം കൈക്കൊള്ളുക. അറിയുക, സ്വർഗം വാളുകളുടെ തണലിന് കീഴിലാകുന്നു. തുടർന്ന് ഇങ്ങനെ ദുആ ചെയ്തു, അല്ലാഹുമ്മ മുൻസിലൽ കിതാബ് സരീഅൽ ഹിസാബ് ഇഹ്സമിൽ അഹ്സാബ അല്ലാഹുമ്മ സിംഹും വൻസുർനാ അലൈഹിം. അല്ലാഹുവേ, ഗ്രന്ഥമിറക്കുന്നവനും ദ്രുതഗതിയിൽ കണക്കെടുപ്പ് നടത്തുന്നവനുമായ നാഥ, നീ സൈന്യങ്ങളെ പരാജയപ്പെടുത്തണമേ. അല്ലാഹുവേ, അവരെ പരാജയപ്പെടുത്തണമേ. അവർക്കെതിരിൽ ഞങ്ങളെ സഹായിക്കണമേ. മറ്റൊരു നിവേദനത്തിൽ ഇങ്ങനെ ദുആ ചെയ്തതായി കാണുന്നു, അല്ലാഹുമ്മ ഇന്നി അൻഷുദുക അഹദക വഅദക അല്ലാഹുമ്മ ഇൻ തശാ ലാ തൗബ. അല്ലാഹുവേ, ഞാൻ നിന്നോട് നിന്റെ ശപഥത്തെയും വാഗ്ദാനത്തെയും മുൻനിർത്തി ചോദിക്കുന്നു. അല്ലാഹുവേ, നീ ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ ഇബാദത്ത് ചെയ്യപ്പെടുന്നതല്ല. അബൂ സഈദ് ഖുദ്രി വിവരിക്കുന്നു, ഞങ്ങൾ പറഞ്ഞു, യാ റസൂലുള്ളാ, ഞങ്ങളുടെ കരളുകൾ വായിലേക്ക് എത്തിയിരിക്കുന്നു. അത്രയും മോശമായ അവസ്ഥയിലാണുള്ളത്. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വല്ല വാചകങ്ങളും പറഞ്ഞു തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉണ്ട്, നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുവിൻ. അല്ലാഹുവേ, ഞങ്ങളുടെ ന്യൂനതകളെ മറച്ചുവെക്കണമേ. ഞങ്ങളുടെ ഭയത്തെ അകറ്റുകയും ചെയ്യണമേ. ഹസ്രത്ത് മുസ്ലിം മഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ചില മുസ്ലിങ്ങൾ പരിഭ്രമിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാ, അവസ്ഥകൾ വളരെ ഭയാനകമായിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ മദീന രക്ഷപ്പെടുമെന്നുള്ള ഒരു പ്രതീക്ഷയും കാണുന്നില്ല. അങ്ങ് ഈ സമയത്ത് അള്ളാഹുവിനോട് പ്രത്യേകമായി ദുആ ചെയ്താലും, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ ഇറക്കുന്നതിന് പര്യാപ്തമായ വല്ല ദുആയും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നാലും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പരിഭ്രമിക്കേണ്ട. നിങ്ങൾ അള്ളാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്യുക. നിങ്ങളുടെ ന്യൂനതകളെ മറച്ചുവെക്കുന്നതിനും നിങ്ങളുടെ ഹൃദയങ്ങളെ സുദൃഢമാക്കുന്നതിനും പരിഭ്രമമില്ലാതാക്കുന്നതിനും ദുആ ചെയ്യുക. തുടർന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇങ്ങനെ ദുആ ചെയ്തു, അല്ലാഹുമ്മ മുൻസിലൽ കിതാബ് സരീഅൽ ഹിസാബ് ഇഹ്സമിൽ അഹ്സാബ अल्लाहुम्मा इह്സിംഹും वज़ल्ज़िलहुम. और इस तरह ये दुआ फरमाई, या सरीखल मकरूबीना या मुजीबुल मुस्तर्रीना
उस तरीन नक्शिफ हमी व गमी व करबी व इन्न का तरा वा नजल अबी व बेसाबी. അള്ളാഹുവെ എനിക്കുമേൽ വിശുദ്ധ ഖുർആൻ ഇറക്കിയവനും തൻ്റെ ദാസന്മാരോട് വളരെ വേഗം കണക്ക് ചോദിക്കാൻ കഴിയുന്നവനുമായ നാഥ, ഇവിടെ ഒരുമിച്ച് കൂടി വന്നിട്ടുള്ള ഈ സംഘത്തെ നീ പരാജയപ്പെടുത്തിയാലും, അള്ളാഹുവെ ഞാൻ വീണ്ടും അപേക്ഷിക്കുകയാണ്, നീ അവരെ പരാജയപ്പെടുത്തണമേ, ഞങ്ങൾക്ക് അവർക്കുമേൽ വിജയം നൽകണമേ, അവരുടെ ഉദ്ദേശങ്ങളെ നീ അസ്ഥിരപ്പെടുത്തണമേ. അല്ലയോ വേദനിക്കുന്നവൻ്റെ അർത്ഥന കേൾക്കുന്നവനായ നാഥ, പരിഭ്രമത്തിൽ അകപ്പെട്ടവരുടെ വിളിക്ക് ഉത്തരം നൽകുന്നവനായ നാഥ. ഈ ദുആയുടെ തർജുമ ഇപ്രകാരമാകുന്നു: അല്ലയോ വേദനിക്കുന്നവൻ്റെ അർത്ഥന കേൾക്കുന്നവനും പരിഭ്രമത്തിൽ അകപ്പെട്ടവരുടെ വിളിക്ക് ഉത്തരം നൽകുന്നവനുമായ നാഥ, എൻ്റെ സങ്കടങ്ങളും എൻ്റെ ആശങ്കകളും എൻ്റെ പരിഭ്രമങ്ങളും അകറ്റണമേ. എന്തെന്നാൽ എനിക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും വന്നു ഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളെ സംബന്ധിച്ച് നിനക്ക് അറിയാവുന്നതാണല്ലോ. ചരിത്രത്തിൽ പറയുന്നു, യുദ്ധം അങ്ങനെ അതിൻ്റെ പാരമ്യതയിലെത്തിയിട്ടുണ്ടായിരുന്നു. മക്കയിലെ ഖുറൈശികളും അവരുടെ സഖ്യകക്ഷികളും നീണ്ടകാലത്തെ ഉപരോധം നടത്തുന്നതുകൊണ്ട് പ്രയാസത്തിലുമായിരുന്നു. എത്രയും വേഗം ഒരു അവസാന ആക്രമണം നടത്തി മുസ്ലിങ്ങളെ വിഭാടനം ചെയ്യുന്നതിൽ ധൃതിപ്പെടുകയായിരുന്നു. കാരണം യുദ്ധാടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ 4 ഭാഗത്തു നിന്നും വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ബനു ഖുറൈസയെ പോലുള്ള അവരുടെ, അതായത് കാഫിരീങ്ങളുടെ സുഹൃത്തുക്കൾ മദീനയുടെ ഉള്ളിലുണ്ടായിരുന്നു. ഈ എല്ലാ കാര്യങ്ങളും കാഫിരീങ്ങളുടെ പ്രതീക്ഷകളെയും ആത്മവിശ്വാസത്തെയും വർദ്ധിപ്പിക്കാൻ പര്യാപ്തമായിരുന്നു. അവർ ആഗ്രഹിച്ചത് ഒന്നിച്ചുകൂടി മുസ്ലിങ്ങൾക്കെതിരെ ശക്തമായ ആക്രമണം നടത്തി അങ്ങനെ മദീനയുടെ സർവനാശം വരുത്താം എന്നതായിരുന്നു. കാഫിരീങ്ങളുടെ മൂപ്പന്മാർ അതിനുള്ള ഉപായം മെനയുകയായിരുന്നു. തദ്ബീർ കുനന്ത് ബന്ദ എന്ന് പറയാറുണ്ട്. അതായത് ജനങ്ങൾ ഉപായം മെനയുന്നു, മറുഭാഗത്ത് അള്ളാഹുവിൻ്റെ ഉപായം നോക്കുക. തക്ദീർ കുനന്ത് ഖന്ദ, അതായത് വിധി. അത് കാണുമ്പോൾ പുഞ്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് എന്താണ് ചെയ്യുക എന്ന് നോക്കുക. അതായത് ഇനി അവരുടേതും ഒന്നും തന്നെ ഫലവത്താകുന്നതല്ല. അങ്ങനെ തക്ദീർ കുനന്ത് ഖന്ദ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു ഒരു അദൃശ്യ സഹായം ആരംഭിച്ചു. ഇതിൻ്റെ വിശദീകരണത്തിൽ ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് സീറത്ത് ഖാത്തമുൻ നബിയീനിൽ എഴുതുന്നു, ഗത്ഫാൻ ഗോത്രങ്ങളുടെ ശാഖയായ അഷ്ജാ ഗോത്രത്തിൽ നിന്നുള്ള ഒരു വ്യക്തി നയീം ബിൻ മസ്ഊദ് ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ പൊരുതുന്നുണ്ടായിരുന്നു. അദ്ദേഹം മദീനയിലെത്തി. അദ്ദേഹം മനസ്സുകൊണ്ട് മുസ്ലിമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതുവരെയും കാഫിരീങ്ങൾക്ക് അദ്ദേഹം മുസ്ലിമായി വിവരം അറിയില്ലായിരുന്നു. ഈ സന്ദർഭത്തെ മുതലെടുത്തുകൊണ്ട് അദ്ദേഹം വളരെ ജാഗ്രതയോടുകൂടി ഒരു ഉപായം മെനഞ്ഞു. അത് മുഖേന കാഫിരീങ്ങൾക്കിടയിൽ ഛിദ്രത ഉണ്ടാക്കുകയും ചെയ്തു. ഏറ്റവും ആദ്യം നയീമിന് മസ്ഊദ് ബനു ഖുറൈസയുടെ അടുക്കലെത്തി. കാരണം മൂപ്പന്മാരുമായി അദ്ദേഹത്തിന് പഴയകാല ബന്ധങ്ങളുണ്ടായിരുന്നു. അവരുടെ നേതാക്കന്മാരെ കണ്ടു പറഞ്ഞു, നിങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഉടമ്പടി ലംഘിച്ചുകൊണ്ട് ഖുറൈശുകളുടെയും ഗത്ഫാൻകാരുടെയും കൂടെ ചേർന്നത് നിങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഉടമ്പടി ലംഘിച്ചുകൊണ്ട് ഖുറൈശികളുടെയും ഗത്ഫാൻകാരുടെയും കൂടെ ചേർന്നത് ഉചിതമായെന്ന് എനിക്ക് തോന്നുന്നില്ല. ഖുറൈശികളും ഗത്ഫാൻകാരും ഇവിടെ മദീനയിൽ ഏതാനും ദിവസത്തെ അതിഥികൾ മാത്രമാണ്. നിങ്ങൾക്ക് ഏതായാലും ഇവിടെ തന്നെ താമസിക്കേണ്ടി വരും. കാരണം ഇത് നിങ്ങളുടെ നാടാകുന്നു. ഇവിടെ മുസ്ലിങ്ങളുമായിട്ടാണ് നിങ്ങൾക്ക് ബന്ധപ്പെടേണ്ടി വരിക. ഖുറൈശികളും മറ്റും ഇവിടെ നിന്ന് പോയാൽ പിന്നെ നിങ്ങളെ അവർ ശ്രദ്ധിക്കുന്നത് പോലുമല്ല. നിങ്ങളെ മുസ്ലിങ്ങളുടെ ഔദാര്യത്തിൽ അവർ വിട്ടുപോകുന്നതാണ്. ആയതിനാൽ ചുരുങ്ങിയ പക്ഷം നിങ്ങൾ ഖുറൈശികളോടും ഗത്ഫാൻകാരോടും പറയുക, നിങ്ങളോട് അവർ വഞ്ചന കാണിക്കുകയില്ല എന്ന കാര്യത്തിൽ സമാധാനത്തിന് വേണ്ടി അവരുടെ കുറച്ച് ആളുകളെ ജാമ്യമായി നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞയക്കണമെന്ന് ആവശ്യപ്പെടുക. ബനു ഖുറൈസയുടെ മൂപ്പന്മാർക്ക് നയീം പറഞ്ഞ കാര്യം ബോധ്യപ്പെട്ടു. പിന്നീട് തങ്ങൾക്ക് ഒരു പ്രയാസവും നേരിടാതിരിക്കുന്നതിന് വേണ്ടി ഖുറൈശികളുടെ ജാമ്യം എന്ന നിലയ്ക്ക് ഏതാനും ആളുകളെ അയക്കാൻ പറയുന്നതിന് അവർ തയ്യാറായി. അതിനുശേഷം നയീം ബിൻ മസ്ഊദ് ഖുറൈശികളുടെ മൂപ്പന്മാരുടെ അടുത്തെത്തി പറഞ്ഞു, ബനു ഖുറൈസ വളരെ ഭയപ്പാടിലാണ്. നിങ്ങൾ തിരിച്ചു പോയതിനു ശേഷം അവർക്ക് പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നവർ ഭയപ്പെടുന്നു. അതുകൊണ്ട് അവർ നിങ്ങളുടെ ഈ ഐക്യത്തിൽ വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അവർ നിങ്ങളോട് ജാമ്യം എന്ന നിലയ്ക്ക് ഏതാനും ആളുകളെ ആവശ്യപ്പെടുന്നതാണ്.
പക്ഷേ നിങ്ങൾ ഒരിക്കലും ജാമ്യമായി ആരെയും കൊടുക്കരുത്. അവർ വഞ്ചന കാണിച്ചുകൊണ്ട് ജാമ്യത്തിൽ വാങ്ങിയ നിങ്ങളുടെ ആളുകളെ മുസ്ലിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അദ്ദേഹം തൻ്റെ ഗോത്രമായ ഗത്ഫാൻ്റെ അടുക്കൽ പോയി ഇതേ രീതിയിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു. ഇനി അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ കാര്യവും നോക്കുക. ഖുറൈശികളും ഗത്ഫാൻകാരും നേരത്തെ തന്നെ മുസ്ലിങ്ങളെ ഒന്നിച്ച് ആക്രമിക്കണമെന്ന് കരുതിയതാണ്. ഈ ആക്രമണം നഗരത്തിൻ്റെ പുറത്തുനിന്ന് ഒരേ സമയത്ത് ചെയ്യണമെന്നും അങ്ങനെ മുസ്ലിങ്ങൾ തങ്ങളുടെ അംഗബലത്തിൻ്റെ കുറവ് കാരണം അതിനെ നേരിടാൻ കഴിയാതെ ആവണമെന്നും ഏതെങ്കിലും ഭാഗത്ത് അവരുടെ നിര തകരണമെന്നും നിര തകരുമ്പോൾ അതിലൂടെ കയറി വഴിയുണ്ടാക്കി ആക്രമണം നടത്തണമെന്നും അവർ കരുതി. ഈ പദ്ധതി കീഴിൽ അവർ ബനു ഖുറൈസയോട് പറഞ്ഞു, ഉപരോധം നീളുകയാണ്, ജനങ്ങൾ അസ്വസ്ഥരുമാണ്. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചുകൂടി നാളത്തെ ദിവസം മുസ്ലിങ്ങൾക്ക് മേൽ ഒന്നിച്ച് ആക്രമണം നടത്തുന്നതാണെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളും നാളത്തേക്കുള്ള ആക്രമണത്തിന് തയ്യാറാവുക. നെയ്യം ബിൻ മസ്ഊദ് ബനു ഖുറൈസയുടെ അടുത്ത് നേരത്തെ പോയി പറഞ്ഞതനുസരിച്ച് അവർ ഇങ്ങനെ മറുപടി കൊടുത്തു: നാളെ ഞങ്ങളുടെ ശബത്തിന്റെ ദിവസമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നിവൃത്തിയില്ല. മാത്രമല്ല പിന്നീട് നിങ്ങൾ ആരും ഞങ്ങളോട് വഞ്ചന കാണിക്കുകയില്ല എന്ന കാര്യത്തിൽ ഉറപ്പിനു വേണ്ടി ഏതാനും ആളുകളെ ഞങ്ങളുടെ അടുത്ത് ജാമ്യമായി നിർത്തേണ്ടതാണ്. അതല്ലാതെ ഞങ്ങൾക്ക് ഈ ആക്രമണത്തിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ കഴിയില്ല. ഖുറൈശികളും ഗത്ഫാൻകാരും ബനു ഖുറൈസയുടെ ഈ ആവശ്യം കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. അവർ പറഞ്ഞു, നഈം പറഞ്ഞ സത്യമാണ്, ബനു ഖുറൈസ നമ്മളെ വഞ്ചിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. മറുഭാഗത്ത് ഖുറൈശികളും ഗത്ഫാൻകാരും ബനു ഖുറൈസയ്ക്ക് ഇങ്ങനെ മറുപടി കൊടുത്തു: ഞങ്ങൾക്ക് ജാമ്യമായി ആരെയും തരാൻ കഴിയില്ല. നിങ്ങൾ സഹായിക്കാൻ വരുന്നെങ്കിൽ വന്നുകൊള്ളുക. ബനു ഖുറൈസ പറഞ്ഞു, നഈം പറഞ്ഞത് ശരിയാണ്, അദ്ദേഹം നമുക്ക് ശരിയായ ഉപദേശമാണ് നൽകിയത്. ഖുറൈശികളുടെയും ഗത്ഫാൻകാരുടെയും ഉദ്ദേശം നല്ലതാണെന്ന് തോന്നുന്നില്ല. അങ്ങനെ നഈമിൻ്റെ ഉചിതമായ നീക്കം കാഫിരീങ്ങളുടെ ക്യാമ്പിൽ ഛിദ്രതയും ഭിന്നതയും ഉണ്ടാക്കി. രണ്ടു കൂട്ടരും പരസ്പരം സംശയത്തിലായി. ഈ ഉപായമാണ് നഈം പ്രയോഗിച്ചത്. ഉന്നതമായ നീക്കത്തിൽ ഇത്തരം സങ്കീർണമായ പദ്ധതി നടപ്പാക്കുന്നതിലും അദ്ദേഹം കളവ് എന്ന് പറയപ്പെടാവുന്ന ഒരു കാര്യവും കഴിവിൻ്റെ പരമാവധി പറയുകയുണ്ടായില്ല. ഇനി ഉപായം എന്ന നിലയ്ക്ക് എന്തെങ്കിലും നീക്കം നടത്തിയെങ്കിൽ, എന്തെങ്കിലും തന്ത്രം സ്വീകരിക്കുന്നത് ഒരിക്കലും വഞ്ചന അല്ല. ശത്രുവിൻ്റെ ദ്രോഹത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ആക്ഷേപാർഹവും അല്ല. മറിച്ച് അത് യുദ്ധപരമായ പ്രാവീണ്യത്തിൻ്റെ വളരെ അനുയോജ്യമായ ഘടകവുമാണ്. അത് മുഖേന ദ്രോഹികളായ ശത്രുക്കളെ നിശ്ചേഷ്ടരാക്കി അനാവശ്യമായ രക്തച്ചൊരിച്ചിൽ ഇല്ലാതാക്കാൻ വളരെ സഹായമാകുകയും ചെയ്യുന്നതാണ്. ഹദ്റത്ത് മുസ്ലിം മഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരു നിശ്ചയ സമയത്ത് ഖുറൈശികളുടെയും യഹൂദികളുടെയും സൈന്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് മുസ്ലിങ്ങൾക്ക് മേൽ ആക്രമണം നടത്തണം. കുറച്ച് ദിവസത്തിന് ശേഷം ഇരുകൂട്ടരും ചേർന്ന് തീരുമാനമെടുത്തു. പക്ഷെ ആ സമയത്ത് അള്ളാഹുവിൻ്റെ സഹായം വളരെ അത്ഭുതാവഹമായ രീതിയിലാണ് വെളിപ്പെട്ടത്. അതിൻ്റെ വിശദീകരണം ഇപ്രകാരമാകുന്നു: നഈം എന്നു പേരുള്ള ഗത്ഫാൻ ഗോത്രത്തിൽപ്പെട്ട ഹൃദയാത്മന മുസ്ലിമായിരുന്ന ഒരാൾ കാഫിരീങ്ങളോടൊപ്പം വന്നിരുന്നു. പക്ഷേ എന്തെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ മുസ്ലിങ്ങളെ സഹായിക്കാൻ അദ്ദേഹം അവസരം പാർത്തു കഴിയുകയായിരുന്നു. ഒറ്റയ്ക്ക് ഒരാൾ എന്തു ചെയ്യാൻ കഴിയും? പക്ഷേ യഹൂദികളും കാഫിരീങ്ങളുമായി ചേർന്നിരിക്കുന്നു എന്ന് അദ്ദേഹം കാണുകയും മുസ്ലിങ്ങളുടെ സംരക്ഷണത്തിന് പ്രത്യേകിച്ച് ഒരു വഴിയും കാണപ്പെടാതിരിക്കുകയും ചെയ്തപ്പോൾ പ്രസ്തുത സന്ദർഭത്തിൽ അദ്ദേഹം വളരെയധികം പ്രഭാവിതനായി. ഈ ഒരു ഫിത്ന ഇല്ലാതാക്കാൻ തനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് തീരുമാനമെടുത്തു. അങ്ങനെ ഇരുകൂട്ടരും ഒരുമിച്ച് ചേർന്ന് ആക്രമണം നടത്തുന്ന ദിവസം അദ്ദേഹം ബനു ഖുറൈസയുടെ അടുക്കലെത്തി. അവരുടെ മൂപ്പന്മാരെ കണ്ടു പറഞ്ഞു: അഥവാ അറബികളുടെ സൈന്യം പിന്തിരിഞ്ഞോടുകയാണെങ്കിൽ മുസ്ലിങ്ങൾ നിങ്ങളോട് എങ്ങനെ പെരുമാറും എന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങൾ മുസ്ലിങ്ങളുമായി ഉടമ്പടി ചെയ്തവരാണ്. ഉടമ്പടി ചെയ്തു അത് ലംഘിച്ചത് കാരണം നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കുന്നതാണ്. അതിനെ സംബന്ധിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. അവിടെ ഹൃദയങ്ങൾ ഭയപ്പെട്ടു തുടങ്ങി. അവർ ചോദിച്ചു, ഞങ്ങളെന്താണ് ചെയ്യേണ്ടത്? നഈം പറഞ്ഞു, അറബികൾ ഒന്നിച്ചു ചേർന്നുള്ള ആക്രമണത്തിന് ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങൾ മുശ്രിക്കീങ്ങളോട് ഒരു ആവശ്യം ഉന്നയിക്കണം. അതായത് അവരുടെ 70 ആളുകളെ നിങ്ങളുടെ അടുക്കൽ ജാമ്യമായി അയക്കാൻ പറയൂ. അവർ ഞങ്ങളുടെ കോട്ടകളെ സംരക്ഷിക്കട്ടെ. ഞങ്ങൾ മദീനയുടെ പിൻഭാഗത്ത് നിന്ന് മുസ്ലിങ്ങൾക്ക് മേൽ ആക്രമണം നടത്താം. പിന്നെ അദ്ദേഹം അവിടെ നിന്ന് മുശ്രിക്കീങ്ങളുടെ മൂപ്പന്മാരുടെ അടുക്കലെത്തി അവരോട് പറഞ്ഞു, യഹൂദികൾ മദീനയിൽ താമസിച്ചുകൊണ്ട് നിർണായകമായ ഘട്ടത്തിൽ നിങ്ങൾ വഞ്ചന കാണിക്കാനിടയുണ്ട്. അങ്ങനെ ആയാൽ നിങ്ങൾ എന്തു ചെയ്യും? മുസ്ലിങ്ങളെ സന്തോഷിപ്പിക്കുന്നതിനും തങ്ങളുടെ തെറ്റ് മാപ്പാക്കുന്നതിനും വേണ്ടി അവർ നിങ്ങളോട് ജാമ്യമായി ആളുകളെ ചോദിക്കുന്നതാണ്. അവരെ മുസ്ലിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചാൽ
പിന്നെ നിങ്ങൾ എന്തു ചെയ്യാനാണ്? നിങ്ങൾ അവർ ഉറച്ചു നിൽക്കുന്നവരാണോ അല്ലയോ എന്ന് പരീക്ഷിച്ചറിയണം. അതുകൊണ്ട് എത്രയും വേഗം ഒന്നിച്ചു ചേർന്ന് ആക്രമണം നടത്താമെന്ന് പറഞ്ഞ് അവരെ ക്ഷണിക്കുക. കാഫിരീങ്ങളുടെ നേതാക്കന്മാർ ഈ അഭിപ്രായത്തെ ശരിയായി ഗണിക്കുകയും അടുത്ത ദിവസം യഹൂദികൾക്ക് സന്ദേശം അയച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് ആക്രമണം നടത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങളും സൈന്യങ്ങളുമായി നാളെ ആക്രമണം നടത്തണം. ബനൂ ഖുറൈദ പറഞ്ഞു, നാളെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സബത്തിന്റെ ദിവസമാണ്. ഞങ്ങൾ സബത്ത് ദിവസം ആക്രമണം നടത്താറില്ല. അതുകൊണ്ട് ആ ദിവസം യുദ്ധം ചെയ്യാൻ സാധ്യമല്ല. മറ്റൊരു കാര്യം, ഞങ്ങൾ മദീനവാസികളാണ്. നിങ്ങൾ പുറത്തുനിന്ന് വന്നവരാണ്. അഥവാ നിങ്ങൾ യുദ്ധം ഉപേക്ഷിച്ചു പോവുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾക്കെന്ത് സംഭവിക്കും? അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് 70 ആളുകളെ ജാമ്യമായി നൽകണം. എങ്കിൽ മാത്രമേ ഞങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കുകയുള്ളൂ. കാഫിരീങ്ങളുടെ ഹൃദയത്തിൽ നേരത്തെ തന്നെ സംശയം ആരംഭിച്ചിരുന്നു. അവർ ഇക്കൂട്ടരുടെ ആവശ്യത്തെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുമായുള്ള ഐക്യം സത്യസന്ധമാണെങ്കിൽ പിന്നെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിൽ യാതൊരു പ്രസക്തിയുമില്ല. ഈ സംഭവത്തോടുകൂടി മറുഭാഗത്ത് യഹൂദികളുടെ ഹൃദയത്തിലും സംശയങ്ങൾ ആരംഭിച്ചു. ഒരു ഭാഗത്ത് കാഫിരീങ്ങളുടെ ഹൃദയത്തിൽ സംശയങ്ങൾ അങ്കുരിച്ചു തുടങ്ങി. സംശയങ്ങൾ ഉണ്ടായി തുടങ്ങിയാൽ പിന്നെ ധൈര്യത്തിൻ്റെ ആത്മാവും ചോർന്നു പോകുമെന്നത് ഒരു പൊതു നിയമമാണ്. പിന്നെ അള്ളാഹുവിൻ്റെ വിധിയുമുണ്ടായി. രാത്രി ശക്തമായ കൊടുങ്കാറ്റ് രൂപത്തിൽ അത് വെളിപ്പെട്ടു. അത് കാരണം അഹ്സാബുകാർക്ക്, വിവിധ ഗോത്രക്കാർക്ക്, മുശ്രിക്കീങ്ങൾക്ക്, ആക്രമികൾക്ക് പിന്തിരിഞ്ഞോടേണ്ടി വന്നു. അതിൻ്റെ വിശദീകരണത്തിൽ ഇബ്നു ഇസ്ഹാഖ് എഴുതുന്നു, അള്ളാഹു ശക്തമായ തണുപ്പുള്ള രാത്രിയിൽ വളരെ ശക്തമായ രീതിയിൽ കാറ്റിനെ അയച്ചു. അത് കാഫിരീങ്ങളുടെ അടുപ്പിൽ വെച്ച പാത്രങ്ങളെ മറിച്ചിട്ടു, അവയെ എടുത്തെറിഞ്ഞു. ബിലാദരി എഴുതുന്നു, പിന്നെ അള്ളാഹു കാഫിരീങ്ങൾക്കെതിരെ മുസ്ലിങ്ങളെ കൊടുങ്കാറ്റ് മുഖേന സഹായിച്ചു. പൊടിക്കാറ്റ് അവരുടെ കണ്ണുകളിൽ നിറഞ്ഞു. അവരുടെ ഉള്ളിൽ ദൗർബല്യവും ഭയവും ഉണ്ടായി. മുശ്രിക്കീങ്ങൾ വളരെയേറെ നിശ്ചേഷ്ടമായി തങ്ങളുടെ താവളത്തിലേക്ക് തിരിച്ചുപോയി. അവർക്കുമേൽ കാറ്റടിച്ചുകൊണ്ടേയിരുന്നു. അവരെ മലക്കുകൾ വളഞ്ഞു, അവരുടെ കണ്ണുകളെ പൊട്ടിച്ചു. അങ്ങനെ അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. ഇതിൻ്റെ വിശദീകരണത്തിൽ ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഇങ്ങനെ എഴുതുന്നു, നെയ്ം ബിൻ മസ്ഊദിൻ്റെ സമാധാന ശ്രമങ്ങൾ ഫലപ്രദമാകാതിരിക്കുകയും ഒരു താൽക്കാലിക ഇടർച്ചയ്ക്ക് ശേഷം കാഫിരീങ്ങൾ വീണ്ടും ധൈര്യപൂർവ്വം ഒരുമിച്ച് കൂടുകയും ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് അവിചാരിതമായി ഉണ്ടായ ഒരു സംഭവം നോക്കുക. ഈ സംഭവങ്ങൾക്ക് ശേഷം രാത്രി വളരെ ശക്തമായ കാറ്റടിച്ചു. അത് വളരെ തുറസായ മൈതാനത്തുണ്ടാക്കിയിരുന്ന കാഫിരീങ്ങളുടെ വിശാലമായ ക്യാമ്പുകളിൽ ഭയാനകമായ അസ്വസ്ഥത പടർത്തി. കൂടാരങ്ങൾ പിഴുതെറിയപ്പെട്ടു. ടെന്റുകൾ മറച്ചു കെട്ടിയിരുന്ന പർദ്ദകൾ പറന്നുപോയി. അടുപ്പുകളിൽ വെച്ചിരുന്ന പാത്രങ്ങൾ അതിലേക്ക് മറിഞ്ഞു വീണു. പൊടിക്കാറ്റിൻ്റെയും മണൽക്കാറ്റിൻ്റെയും മഴ ആളുകളുടെ കാതുകളിലും കണ്ണുകളിലുമെല്ലാം നിറഞ്ഞു. പിന്നെ വളരെ അസ്വസ്ഥമായ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. അറബികൾ അവരുടെ പുരാതന സമ്പ്രദായമനുസരിച്ച് തീ കത്തിച്ചു വെക്കുമായിരുന്നു. രാത്രി സമയത്ത് വളരെ ശ്രദ്ധാപൂർവം തീ കത്തിച്ച് വെളിച്ചം പരത്തുമായിരുന്നു. അതെല്ലാം പല ഭാഗത്തേക്കും പറന്നു കെട്ടുതുടങ്ങി. പ്രസ്തുത അഗ്നിനാളങ്ങൾ കെട്ടുപോകാതിരിക്കണമെന്നത് അവരുടെ വലിയ വിശ്വാസത്തിൻ്റെ ഭാഗമായിരുന്നു. ഈ ദൃശ്യങ്ങളെല്ലാം നേരത്തെ തന്നെ ഉപരോധത്തിൻ്റെ അസ്വസ്ഥാജനകമായ ദൈർഘ്യവും ഐക്യത്തിൽ പരസ്പരമുള്ള വിശ്വാസക്കുറവ് കൊണ്ടുള്ള കൈപ്പേറിയ അനുഭവവും കാരണം ചഞ്ചലപ്പെട്ടുകൊണ്ടിരുന്ന അന്ധവിശ്വാസികളായ അവരുടെ ഹൃദയത്തിൽ അസ്വസ്ഥത ഉളവാക്കി. ഈയൊരു ശക്തമായ ആഘാതം പിന്നെ അവർക്ക് സ്ഥിരത നൽകിയില്ല. രാവിലെ ആകുന്നതിന് മുമ്പേ മദീനയുടെ അന്തരീക്ഷം കാഫിര്യങ്ങളുടെ പൊടിപടലങ്ങളിൽ നിന്നും തികച്ചും മുക്തമായി. ഈ കൊടുങ്കാറ്റ് ശക്തി പ്രാപിച്ചപ്പോൾ അബൂ സുഫിയാൻ തൊട്ടടുത്തുള്ള ഖുറൈശി മൂപ്പന്മാരെ വിളിച്ചു പറഞ്ഞു, നമ്മുടെ പ്രയാസങ്ങൾ വർദ്ധിക്കുകയാണ്. ഇനി ഇവിടെ കൂടുതൽ തങ്ങുന്നത് ഉചിതമല്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകുന്നതാണ് നല്ലത്. ഞാനേതായാലും തിരിച്ചു പോവുകയാണ്. അങ്ങനെ അയാൾ തൻ്റെ ആളുകളോട് തിരിച്ചു പോകാൻ കൽപ്പിച്ചു. പിന്നെ തൻ്റെ ഒട്ടകത്തിന്മേൽ കയറി. അയാൾ എത്രമാത്രം പരിഭ്രമിച്ചിരുന്നുവെന്നാൽ ഒട്ടകത്തിൻ്റെ കാലിലെ കെട്ടഴിക്കാൻ പോലും മറന്നുപോയി. ഒട്ടക സവാരി കയറിയിട്ടും ഒട്ടകം നീങ്ങാതായപ്പോഴാണ് ഒട്ടകത്തിൻ്റെ കാലിലെ കെട്ടഴിച്ചിട്ടില്ല എന്ന് അയാൾക്ക് ഓർമ്മ വന്നത്. ആ സമയത്ത് അബൂജഹലിൻ്റെ മകൻ ഇക്രിമ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ വളരെ അസ്വസ്ഥതയോടെ പറഞ്ഞു, അബൂ സുഫിയാൻ, നിങ്ങൾ സൈന്യാധിപനാണ്. സൈന്യത്തെ ഉപേക്ഷിച്ച് ഓടിപ്പോവുകയാണോ? നിങ്ങൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കേണ്ടതല്ലേ? അപ്പോൾ അബൂ സുഫിയാൻ ലജ്ജിതനായി ഒട്ടകത്തിൽ നിന്നിറങ്ങി പറഞ്ഞു, ശരി, ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷേ നിങ്ങളെല്ലാം വേഗം തയ്യാറെടുപ്പ് നടത്തുക. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകേണ്ടതാണ്.
അങ്ങനെ ആളുകൾ വേഗം വേഗം തയ്യാറെടുപ്പ് തുടങ്ങി. അബൂ സുഫിയാൻ കുറച്ച് സമയത്തിന് ശേഷം തൻ്റെ ഒട്ടകത്തിൽ കയറി തിരിച്ച് യാത്ര പുറപ്പെട്ടു. ആ സമയം വരെയും ബനു ഗത്ഫാനും മറ്റു ഗോത്രങ്ങൾക്കും ഖുറൈശികളുടെ ഈ നെട്ടോട്ടത്തെ സംബന്ധിച്ച് അറിവില്ലായിരുന്നു. പക്ഷേ ഖുറൈശികളുടെ ക്യാമ്പ് വളരെ വേഗം കാലിയാവുന്നത് കണ്ടപ്പോൾ മറ്റുള്ളവർക്കും അതേക്കുറിച്ച് അറിയിപ്പ് കിട്ടി. അങ്ങനെ അവരും പരിഭ്രമത്തോടു കൂടി തിരിച്ചു പോകാൻ വിളംബരം നടത്തി. ബനു ഖുറൈസയും തങ്ങളുടെ കോട്ടകൾക്കുള്ളിലേക്ക് കയറിപ്പോയി. ബനു ഖുറൈസയോടൊപ്പം ബനു നദീറിൻ്റെ നേതാവ് ഹുയീൻ ബിൻ അഖ്തബും അവരുടെ കോട്ടയിലേക്ക് കയറിപ്പോയി. അങ്ങനെ പ്രഭാതം പൊട്ടിവിടുന്നതിന് മുമ്പേ മൈതാനം കാലിയായി. വളരെ സത്വരവും അവിചാരിതവുമായ നിലയിൽ മുസ്ലിങ്ങൾ പരാജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കെ വിജയികളായി മാറി. കാഫിരീങ്ങൾ ആധിപത്യം പുലർത്തുമോ എന്ന ആശങ്കയുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ അവർ വിജയികളായി മാറിയിരിക്കുന്നു. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ഇതിൻ്റെ വിശദീകരണത്തിൽ എഴുതുന്നു, സംശയങ്ങളും അസ്വസ്ഥതകളും നിറഞ്ഞ കാഫിരീങ്ങളുടെ സൈന്യം രാത്രി വിശ്രമിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ കൂടാരങ്ങളിൽ പോയ സമയത്ത് അള്ളാഹു ആകാശീയമായ സഹായത്തിൻ്റെ മറ്റൊരു വഴി തുറക്കുകയുണ്ടായി. രാത്രി വളരെ ശക്തമായ കാറ്റടിച്ചു. അത് കൂടാരങ്ങളുടെ പർദ്ദകളെ തകർത്ത് കളഞ്ഞു. അടുപ്പിളിൽ വെച്ചിരുന്ന പാത്രങ്ങളെ വീഴ്ത്തുകയുണ്ടായി. ചില ഗോത്രങ്ങളുടെ അഗ്നികളാണ് അണഞ്ഞുപോയി. അറേബ്യയിലെ മുശ്രിക്കീങ്ങളുടെ സമ്പ്രദായമനുസരിച്ച് അവർ രാത്രി മുഴുവനും തീ കത്തിച്ചു വെക്കുമായിരുന്നു. അതിനെ അവർ നല്ല ശകുനമായിട്ടാണ് മനസ്സിലാക്കിയിരുന്നത്. പ്രസ്തുത തീ അണഞ്ഞു പോവുകയാണെങ്കിൽ അത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുശകുനമാണെന്ന് അവർ കരുതിയിരുന്നു. അവർ തങ്ങളുടെ കൂടാരങ്ങൾ മാറ്റിക്കൊണ്ട് യുദ്ധമൈതാനത്തും പിന്നിലേക്ക് മറഞ്ഞുപോയിരുന്നു. അഗ്നി അണഞ്ഞുപോയ ഗോത്രങ്ങൾ അവരുടെ സമ്പ്രദായമനുസരിച്ച് കൂടാരങ്ങളെടുത്തു മാറ്റി പിന്നിലേക്ക് മാറ്റി. അങ്ങനെ ഒരു ദിവസം കാത്തിരുന്ന ശേഷം സൈന്യത്തിൽ വരാമെന്ന് കരുതി. പക്ഷേ പകലുണ്ടായ വഴക്കുകൾ കാരണം സൈന്യാധിപന്മാരുടെ ഹൃദയത്തിൽ സംശയങ്ങളുണ്ടായി തുടങ്ങി. പിന്നിലേക്ക് മാറിയ ഗോത്രങ്ങൾക്ക് ചുറ്റുപാടുമുണ്ടായിരുന്ന ഗോത്രങ്ങൾ യഹൂദികൾ മുസ്ലിങ്ങളുമായി ചേർന്ന് രാത്രി ആക്രമണം നടത്തിയെന്നാണ് മനസ്സിലാക്കിയത്. തങ്ങളുടെ ചുറ്റുപാടുള്ള ഗോത്രങ്ങൾ പിന്തിരിഞ്ഞോടുകയും ചെയ്തിരുന്നു. അങ്ങനെ അവരും വേഗം വേഗം തങ്ങളുടെ കൂടാരങ്ങൾ സ്വരുക്കൂട്ടി മൈതാനത്തിൽ നിന്ന് ഓടിപ്പോകാൻ തുടങ്ങി. അബൂ സുഫിയാൻ തൻ്റെ കൂടാരത്തിൽ സ്വസ്ഥമായി കിടക്കുകയായിരുന്നു. അയാൾക്ക് ഇതേ സംബന്ധിച്ച് അറിയിപ്പ് ലഭിച്ചു. അയാൾ പരിഭ്രമിച്ച് തൻ്റെ കെട്ടിയിട്ട ഒട്ടകത്തിന് പുറത്തു കയറി അതിൻ്റെ കാലുകളിൽ അടിക്കാൻ തുടങ്ങി. അവസാനം സുഹൃത്തുക്കൾ ഇത് എന്ത് വിഡ്ഢിത്തമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അയാളെ ഓർമ്മപ്പെടുത്തി. അങ്ങനെ അയാൾ ഒട്ടകത്തിൻ്റെ കയറുകൾ അഴിച്ചു. അയാളും തൻ്റെ കൂട്ടുകാരോടൊപ്പം രണാങ്കണത്തിൽ നിന്ന് ഓടിപ്പോയി. കാഫിരിങ്ങൾ ഇങ്ങനെയൊരു അവസ്ഥയിലായപ്പോൾ അവരെ സംബന്ധിച്ചറിയാൻ മുശ്രിക്കുകളുടെ അവസ്ഥ മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഹുസൈഫ ബിൻ യമാനെ പറഞ്ഞയക്കുകയുണ്ടായി. അതിൻ്റെ വിശദീകരണത്തിൽ സീറത്ത് ഖാത്തമുൻ നബിയീനിൽ എഴുതുന്നു, രാത്രി കാഫിരിങ്ങൾ സ്വയം യുദ്ധമൈതാനത്തിൽ നിന്ന് ഓടിപ്പോയപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ചുറ്റുപാടുമുള്ള സഹാബാക്കളെ സംബോധന ചെയ്തുകൊണ്ട് വിളിച്ചു, നിങ്ങൾ ആരെങ്കിലും പോയി ശത്രു സൈന്യത്തെ സംബന്ധിച്ച് അറിഞ്ഞു വരണമെന്ന് പറയുകയുണ്ടായി. സഹാബാക്കൾ നിവേദനം ചെയ്യുന്നു, ആ സമയത്ത് രാത്രി വളരെ കൂരിരുട്ടായിരുന്നു. മാത്രമല്ല ഭയവും ക്ഷീണവും വിശപ്പും കാരണം ആർക്കും തന്നെ വിളിക്കുത്തരം നൽകാൻ ശബ്ദം പൊങ്ങുന്നുണ്ടായിരുന്നില്ല. തങ്ങളുടെ സ്ഥലത്ത് നിന്ന് അനങ്ങാനും കഴിയുന്നുണ്ടായിരുന്നില്ല. അവസാനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരെടുത്ത് വിളിക്കുകയുണ്ടായി. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുസൈഫ ബിൻ യമാനെ പേരെടുത്ത് വിളിക്കുകയുണ്ടായി. അദ്ദേഹം തണുപ്പ് കാരണം വിറക്കുകയായിരുന്നു. അവസാനം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുന്നിൽ വന്നു നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് തലയിൽ തൻ്റെ കൈ തലോടുകയും അദ്ദേഹത്തിനു വേണ്ടി നന്മയുടെ ദുആകൾ ചെയ്യുകയുമുണ്ടായി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ തീരെ ഭയപ്പെടേണ്ടതില്ല, സമാധാനപൂർവ്വം കഴിയുക, ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊരു പ്രയാസവും ഉണ്ടാകുന്നതല്ല. നിങ്ങൾ ഒളിഞ്ഞുപോയി കാഫിരീങ്ങളുടെ ക്യാമ്പുകളിലെത്തുക, ആരെയും ശല്യം ചെയ്യരുത്, നിങ്ങൾ ആരാണെന്ന് അവർ അറിയുകയും ചെയ്യരുത്. ഹുസൈഫ പറയുന്നു, ഞാൻ പുറപ്പെട്ടപ്പോൾ കാണുന്നത് എൻ്റെ ശരീരത്തിൽ തണുപ്പിൻ്റെ യാതൊരു ലക്ഷണവുമില്ല എന്നാണ്. ഒരു സമയത്ത് ഞാൻ തണുപ്പ് കാരണം വിറകൊള്ളുകയായിരുന്നു. പറയുന്നു, ഇപ്പോൾ തണുപ്പിൻ്റെ പേരും ചൂരും പോലുമില്ല, മറിച്ച് ഞാൻ ചൂടുള്ള ഹമാമിലൂടെ പോകുന്നതായാണ് അനുഭവപ്പെട്ടത്. എൻ്റെ പരിഭ്രമങ്ങളെല്ലാം മാറിക്കൊണ്ടിരുന്നു. ആ സമയത്ത് രാത്രി നല്ലപോലെ ഇരുൾ പരന്നിരുന്നു. ഞാൻ തികച്ചും നിർഭയനായി ഒളിഞ്ഞൊളിഞ്ഞ് ക്യാമ്പുകൾക്കുള്ളിൽ പ്രവേശിച്ചു. ആ സമയത്ത് ഞാൻ അബൂ സുഫിയാനെ ഒരു സ്ഥലത്ത് നിന്ന് തീ കായുന്നതായി കണ്ടു. ഞാൻ അയാളെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ അമ്പ് കുലച്ചു. ഞാൻ അയാളെ വകവരുത്തുമായിരുന്നു.
അപ്പോൾ എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം ഓർമ്മ വന്നു. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് പിന്മാറി. ആ സമയത്ത് ഞാൻ അമ്പെയ്തിരുന്നുവെങ്കിൽ, അതായത് അബൂ സുഫിയാൻ്റെ ഇത്ര അടുത്ത് നിന്ന് ചെയ്യുമ്പോൾ, അയാൾ ഒരിക്കലും രക്ഷപ്പെടുമായിരുന്നില്ല. ആ സമയത്ത് അയാൾ തൻ്റെ ആളുകളോട് തിരിച്ചു പോകാൻ കൽപ്പിക്കുകയായിരുന്നു. പിന്നെ അയാൾ എൻ്റെ മുന്നിൽ തന്നെ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി. പരിഭ്രമം കാരണം ഒട്ടകത്തിൻ്റെ കാലിലെ കയർ അഴിക്കാൻ ഓർമ്മയുണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നീട് തിരിച്ചുപോയി. പറയുന്നു, ഞാൻ ക്യാമ്പിലെത്തിയപ്പോൾ ആ സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയായിരുന്നു. ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച് കഴിയുന്നതുവരെ കാത്തുനിന്നു. പിന്നെ എല്ലാ വിവരങ്ങളും പറഞ്ഞുകൊടുത്തു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ സൈന്യത്തിന് നന്ദി പറഞ്ഞു. ഇത് നമ്മുടെ പരിശ്രമവും കയ്യൂക്കും കൊണ്ട് സാധ്യമായതല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ സാധ്യമായതാണെന്ന് പറയുകയുണ്ടായി. അവനൊരു നിമിഷം കൊണ്ട് അഹ്സാബിനെ പരാജയപ്പെടുത്തി. തുടർന്ന് കാഫിര്യങ്ങൾ പിന്തിരിഞ്ഞോടിയ വാർത്ത അതിശീഘ്രം മുസ്ലിം ക്യാമ്പുകളിൽ പരക്കുകയുണ്ടായി. ഈ സംഭവം ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, രാത്രിയുടെ അവസാന ഘട്ടത്തിൽ 25,000-ഓളം കാഫിര്യങ്ങളുടെ സൈന്യം തമ്പടിച്ചിരുന്ന മൈതാനം ഒരു കാട് പോലെ വിജനമായി തീർന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് അള്ളാഹുവിൻ്റെ വെളിപാട് മുഖേന പറയുകയുണ്ടായി, നിങ്ങളുടെ ശത്രുക്കളെ നാം ഓടിച്ചു വിട്ടിരിക്കുന്നു. അള്ളാഹു അറിയിച്ചതാണ്. അതുകൊണ്ടാണ് ആരുണ്ടെന്ന് ചോദിച്ചത്. യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി ആരെങ്കിലും പറഞ്ഞേക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചു. തൻ്റെ തൊട്ടടുത്തുള്ള സഹാബാക്കളെ വിളിച്ചു. തണുപ്പുള്ള കാലമായിരുന്നു. മുസ്ലിങ്ങളുടെ പക്കൽ ആവശ്യത്തിന് വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. തണുപ്പിൻ്റെ ശക്തി കാരണം ചുണ്ടുകളും മരവിച്ചിട്ടുണ്ടായിരുന്നു. സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ചില സഹാബാക്കൾ പറയുന്നു, ഞങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മറുപടി പറയണമെന്നുമുണ്ടായിരുന്നു. പക്ഷേ ശബ്ദം ഉയരുന്നുണ്ടായിരുന്നില്ല. ഒരു ഹുസൈഫ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യാ റസൂലുള്ളാഹ്, എന്താണ് കാര്യമെന്ന് ചോദിച്ചത്. ഇവിടെ മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുസൈഫയെ വിളിച്ചു എന്ന് പറയുന്നില്ല. മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെയല്ല, എനിക്ക് വേറൊരാളെയാണ് ആവശ്യം. വേറെ ആരെങ്കിലും ഉണ്ടോ? പക്ഷേ ഉണർന്നിരിക്കുന്നവർക്കും തണുപ്പിൻ്റെ ആധിക്യം കാരണം മറുപടി നൽകാൻ കഴിഞ്ഞില്ല. ഹുസൈഫ വീണ്ടും പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഞാൻ സന്നിഹിതനാണ്. അവസാനം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുസൈഫയോട് ഇങ്ങനെ പറഞ്ഞയച്ചു, അള്ളാഹു എനിക്ക് നിങ്ങളുടെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടിയതായി അറിയിപ്പ് നൽകിയിരിക്കുന്നു. നിങ്ങൾ പോയി ശത്രുക്കളുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞു വരിക. ഹുസൈഫ കിടങ്ങിൻ്റെ അടുത്ത് പോയി നോക്കി. മൈതാനം പൂർണ്ണമായും ശത്രു സൈന്യം ഒഴിഞ്ഞുപോയതായി കണ്ടു. തിരിച്ചെത്തി ഷഹാദത്ത് കലിമ ചൊല്ലിക്കണ്ട് തിരുനബിയുടെ നുബുവത്തിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ശത്രുക്കൾ മൈതാനം വിട്ട് ഓടിപ്പോയിരിക്കുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നീട് വിവരിക്കുന്നതാണ്. ലോകത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാവുന്നതുപോലെ അനുദിനം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അത് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വൻ ശക്തികളും നീതിപൂർവം പ്രവർത്തിക്കേണ്ടതാണ്. യുദ്ധം പരന്നു തുടങ്ങിയിരിക്കുകയാണ്. അള്ളാഹു അഹമ്മദികളെയും നിരപരാധികളെയും ഇതിൻ്റെ ഭയാനകതയിൽ നിന്നും ദുഷ്പ്രഭാവത്തിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. അതിനുവേണ്ടി അള്ളാഹുമായുള്ള ബന്ധം നാം വർദ്ധിപ്പിക്കേണ്ടതാണ്. ദുആകളിലേക്ക് പ്രത്യേകം ശ്രദ്ധ വേണ്ടതാണ്. അതിലേക്ക് അഹമ്മദികളെ ശ്രദ്ധ തിരിക്കാൻ ആഗ്രഹിക്കുന്നു. പാകിസ്ഥാനിലും അഹമ്മദികളുടെ അവസ്ഥ വളരെയേറെ മോശമാണ്. അവർക്ക് വേണ്ടിയും ദുആ ചെയ്യുക. ബംഗ്ലാദേശിലെ അഹമ്മദികൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അവർക്ക് മേലും വളരെയേറെ കാഠിന്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു എല്ലാവർക്കും കരുണയും അനുഗ്രഹവും വർഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله
ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر